അവിടെ വെളിച്ചക്കുറവുണ്ട് അല്ലേ? ഒരു നിഴലുണ്ട്. ഇച്ചിരി ഇങ്ങോട്ട് ഇപ്പം കാണാൻ പറ്റുമോ? പോരാ. അവിടെ ഇരുന്ന് കാണില്ലേ? താഴേക്ക് ഇറക്കി വെച്ചാൽ പറ്റുമോ? പക്ഷേ ഞാൻ സഹായിക്കാം. വേണ്ട, ഇഞ്ചി എഴുതണ്ട. ഇപ്പോൾ കാണാൻ പറ്റുമോ? വെരി ഗുഡ്, വെരി ഗുഡ്. കാണുന്നുണ്ടോ? സിസ്റ്റർ, ഇവർ രണ്ടുപേരും ഒന്ന് അകന്നിരുന്ന് കഴിഞ്ഞാൽ കാണാം അല്ലേ? അതെ, നിങ്ങളൊന്ന് ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പുറകിൻ്റെ ഒഴുക്ക് കാണാൻ. അങ്ങനെയല്ല, ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വായിക്കുകയും ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. അങ്ങോട്ട് നീക്കി വെക്കാലോ. എനിക്ക് കുഴപ്പമില്ല, കാണാൻ പറ്റും. ഇച്ചിരി കൂടെ ഫ്രണ്ടിലേക്ക് കയറ്റി വെച്ചാൽ മതി. ഇത്രയുള്ള കാര്യം. പിന്നെ എഴുതാനില്ല. അപ്പോൾ സിസ്റ്റേഴ്സിന് കുറച്ച് സൗകര്യമായി അല്ലേ? ചരിച്ച് വെച്ചാൽ മതി. അപ്പോൾ ക്ലിയർ ആയില്ലോ? കുറച്ചുകൂടി ചരിച്ചോ അല്ലേ? മതി മതി. ഓക്കെ, ഞാൻ വായിക്കാം. ജസ്റ്റിസ് ഡിലേഡ്, ജസ്റ്റിസ് ഡിനൈഡ്, ജസ്റ്റിസ് ഹറീഡ്, ജസ്റ്റിസ് ബറീഡ്. ഫിയാത് യുസ്റ്റീസിയ റുവാത്ത് ചേളും. RC SC ST LC MC സീറോ മലബാർ സിറിയൻ കാത്തലിക്. ഇത്രയേ ഉള്ളൂ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. സോ ജസ്റ്റിസ് ഡിലേഡ്, ജസ്റ്റിസ് ഡിനൈഡ്, ജസ്റ്റിസ് ഹറീഡ്, ജസ്റ്റിസ് ബറീഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ സാർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീതി വൈകിയ നീതി നിഷേധിക്കപ്പെട്ട നീതിയാണ്. വൈകിയ നീതി നിഷേധിക്കപ്പെട്ട നീതി. ജസ്റ്റിസ് ഹറീഡ്, ജസ്റ്റിസ് ബറീഡ് എന്ന് പറയുമ്പോഴോ തിരക്ക് പിടിച്ച് ധൃതിയിൽ നീതി നടപ്പാക്കി കഴിഞ്ഞാൽ നീതിനെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ്. ജസ്റ്റിസ് ബറീഡ്, ജസ്റ്റിസ് ഹറീഡ്. അപ്പോൾ ചിന്തിച്ച് നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രിൻസിപ്പിൾസാണത്. ജസ്റ്റിസ് ഡിലേഡ്. പലരും എനിക്ക് നീതി കിട്ടിയില്ല, നീതി അവിടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല, വിളിപ്പിച്ചിട്ടില്ല, ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ബൈബിളിൽ ഒരു വിധവയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, നീതിരഹിതനായ ന്യായാധിപൻ്റെ അടുക്കൽ വിധവ പലപ്രാവശ്യം വന്ന് കേണപേക്ഷിച്ചിട്ടും നീതി കിട്ടാത്തത് കൊണ്ട് അവസാനം മടുപ്പായി മുട്ടിപ്പായിട്ട് വന്ന് ഈ വിധവ ശല്യപ്പെടുത്തുന്നതിൻ്റെ പേരിൽ നീതിരഹിതനായ ന്യായാധിപൻ അദ്ദേഹം പോലും നീതി അനുവർത്തിച്ചു കിട്ടും. അങ്ങനെയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ കാത്ത് പരിപാലിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്ന നല്ല ദൈവം, ആ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന നിലയിൽ നമ്മൾ നശിക്കാനോ നമുക്ക് നീതി കിട്ടാതിരിക്കാനോ ദൈവം ശ്രമിക്കില്ലല്ലോ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ശരണപ്പെടാം, പ്രത്യാശ സമർപ്പിക്കാം എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോൾ ഇവിടെ ചിലപ്പോഴൊക്കെ അരമന കോടതികളിൽ, അരമന കച്ചേരിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ള ആരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മറുപടിയുമില്ല, തീരുമാനം. ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകിച്ചുകൂടാ, നീതി വൈകിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് നീതി നിവർത്തിച്ചു കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനി
എന്ന് കരുതി ധൃതി പിടിച്ച് വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെ പൂർത്തിയാക്കാതെ എന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് നീതി എന്നും പറഞ്ഞ് കൊടുത്താൽ അത് ശരിയായ നീതിയല്ല. അങ്ങനെ ആകുമ്പോൾ യഥാർത്ഥ നീതിയെ നമ്മൾ ബറി ചെയ്ത് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അത് ജസ്റ്റിസിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റേത് താഴെ കൊടുത്തിരിക്കുന്നത് ഫിയാത്ത് യുസ്റ്റീസിയ റുവാത്ത് ചേളും. അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? ലത്തീനാണ്. ഫിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാറുണ്ട്, ഫിയറ്റ് കാറ്, അത് വേറെ. എനിക്ക് മനസ്സിലായില്ല, കേട്ടില്ല. ഉറക്കം പറയും, ഒത്തിരി ഉച്ചത്തിൽ പറയൂ. ഫിയാത്ത് മിഷൻ അല്ലേ? അതുകൂടാതെ മാതാവ് മാലാഖയ്ക്ക് ഉത്തരം കൊടുത്തപ്പോൾ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അതിന് ഫിയാത്ത്, ലെറ്റ് ഇറ്റ് വിൽ, ഫിയാത്ത് വോളുന്താസ് തുവ, യുവർ വിൽ ബി ഡൺ. എൻ്റെ മനസ്സല്ല നിൻ്റെ മനസ്സ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അതിന് ഫിയാത്ത് എന്ന ലത്തീൻ വാക്കാണ് ഉപയോഗിക്കുക. ഇവിടെ ഫിയാത്ത് യുസ്റ്റീസിയ, യുസ്റ്റീസിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്. ഇതെവിടെ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ? എല്ലാ കോടതികളിലും, അത് കീഴ്ക്കോടതി ആകട്ടെ മേൽക്കോടതി ആകട്ടെ, കോടതിയുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എവിടെയെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിച്ചോളാം, അത് കാണാൻ പറ്റും. ഫിയാത്ത് യുസ്റ്റീസിയ റുവാത്ത് ചേളും എന്ന് പറഞ്ഞാൽ, ചേളും എന്ന് പറഞ്ഞാൽ ആകാശം, റുവാത്ത് എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു വീഴുക. അതായത് ആകാശം ഇടിഞ്ഞു വീണാലും ശരി നീതി നിറവേറണം. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ആകാശം ഇടിഞ്ഞ് വീണാലും വേണ്ടില്ല, സുനാമി വന്ന് നശിച്ചാലും വേണ്ടില്ല, എനിക്ക് നീതി നിറവേറ്റി കിട്ടണം. ഫിയാത്ത് യൂസ് ചെയ്യുക, നീതി നിറവേറണം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജസ്റ്റിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പിന്നെ താഴെ പറയുന്ന വാക്കുകൾ നമ്മുടെ സുപരിചിതമായിട്ടുള്ള ചില വാക്കുകൾ. നമ്മളൊക്കെ ആർസിയാണ്. പണ്ട് SSLC ബുക്കിൽ പിന്നെ റിലിജിയൻ അല്ലേ, അപ്പോൾ അതോട് നേരെ എഴുതും RC. അതിൻ്റെ പൂർണ്ണരൂപം റോമൻ കാത്തലിക്. RC എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക്. പണ്ട് റോമൻ കാത്തലിക്, അപ്പോൾ നമ്മളൊക്കെ റോമൻ കാത്തലിക്കാണ്. എന്താണ് റോമൻ കാത്തലിക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കറക്റ്റ്, റോമൻ പോണ്ടിഫ്, ബിഷപ്പ് ഓഫ് റോം. അപ്പോൾ റോമാ മാർപ്പാപ്പായുടെ കീഴിലുള്ളവരും റോമാ മാർപ്പാപ്പയുടെ യോട് അനുസരണവും വിധേയത്വമുള്ള, റോമ മാർപ്പാപ്പ ഞങ്ങളുടെ സമാരാധ്യനായ അനിഷേവ്യ നേതാവും ആചാര്യനും ഇടയനും പരമാധ്യക്ഷനും ആണ്. അപ്പോൾ റോമാ മാർപ്പാപ്പയ്ക്ക് കീഴിലുള്ള എല്ലാ കത്തോലിക്കരും, അത് പാശ്ചാത്യരാകട്ടെ പൗരസ്യരാകട്ടെ ലഭ്യം കത്തോലിക്കരാകട്ടെ പൗരസ്യ സഭകളിലെ കത്തോലിക്കരാകട്ടെ, പൊതുവായിട്ട് പറഞ്ഞാൽ നാം എല്ലാവരും ആർസിയാണ്, റോമൻ കാത്തലിക്. അപ്പോൾ നേരത്തെ പൊതുവായിട്ട് അങ്ങനെ പറയുമെങ്കിലും ഒരു കാലത്ത് RC എന്ന് പറഞ്ഞാൽ അത് ലത്തീൻകാരാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. എന്ന് പറഞ്ഞാൽ റോമ മാർപ്പാപ്പ അവർ RCയാണ്, ഞങ്ങൾ റീത്തുകാരെന്നൊക്കെ പറയും, മലങ്കരക്കാരെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഇപ്പം അതിന് ശൈലിയൊക്കെ ഒന്ന് മാറി. അവിടെ SC എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷെഡ്യൂൾഡ് കാസ്റ്റ് SC. STയോ ഷെഡ്യൂൾഡ് ട്രൈബ്. LCയോ ദെൻ MCയോ. വെരി ഗുഡ്, നന്നായി. സാധാരണ പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ RC എന്ന് പറഞ്ഞാൽ നമുക്ക് SC ഷെഡ്യൂൾഡ് കാസ്റ്റും ST ഷെഡ്യൂൾഡ് ട്രൈബും ഒന്ന് സാധാരണ SC ST. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ. നാളെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്, ആഗസ്റ്റ് 13. ഇന്ന് നമ്മൾ വള്ളംകളി കണ്ടു.
നെഹ്റുവിനെ കുറിച്ച് കേട്ടു. നാളത്തെ ദിവസത്തിന് പ്രാധാന്യം അറിയാമോ? ഓഗസ്റ്റ് 13 മാതാവിൻ്റെ തിരുനാൾ 15 അല്ലേ? ഇത് നാളെ 13 എല്ലാ പള്ളികളിലും ഒരു സർക്കുലർ വായിക്കാൻ KCBC പുറത്തിറങ്ങിയിട്ടുണ്ട്. നാളെ 13 എല്ലാ ദേവാലയങ്ങളിലും KCBCയുടെ ഒരു കമ്മീഷൻ്റെ പേരാണ് SC/ST കമ്മീഷൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അത് ശരിക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്, KCBC കമ്മീഷൻ. ആ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ നാളേക്ക് 8-ാം പൊക്കം 20 ജസ്റ്റിസ് സൺഡേ ആചരിക്കുന്നുണ്ട്. ജസ്റ്റിസ് സൺഡേ 20 അതിനുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ പേരിലാണ് ഒരു ഞായറാഴ്ച മുൻപ് നാളെ പള്ളിയിൽ ഇത് വായിക്കും, സർക്കുലർ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പള്ളിയിൽ വായിച്ച് അപ്പോൾ പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് ഇതേക്കുറിച്ചൊരു അറിവ് കിട്ടി. എന്നിട്ട് വരുന്ന ഞായറാഴ്ച 20 ഒരു പിരിവും കൂടിയുണ്ട്. ഞായറാഴ്ച പിരിവ്. ഈ 20 ഞായറാഴ്ച കുർബാന എടുക്കുന്ന പിരിവ് അത് KCBCയുടെ ആഭിമുഖ്യത്തിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആ കമ്മീഷനോട് അനുബന്ധിച്ചിട്ടുള്ള അങ്ങനെയുള്ള ദളിത് ക്രൈസ്തവരെ ഉദ്ധാരണത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ആ ഞായറാഴ്ചയ്ക്ക് പറയുന്ന പേരാണ് ജസ്റ്റിസ് സൺഡേ. നീതി നായർ, നായരല്ല ഞായർ. അപ്പോൾ ജസ്റ്റിസ് സൺഡേ എന്നാണ് അതിന് പറയപ്പെടുന്നു. ആ നീതിയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റിസ് 1950 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഹിന്ദുക്കൾക്ക് പട്ടികജാതിപ്പെടുത്തി ഒരു പ്രത്യേക സംവരണ ആനുകൂല്യം നൽകി. 1950. 1956 സിഖുകാരെ ഇതുപോലെ പട്ടികയിൽപ്പെടുത്തി സംവരണ ആനുകൂല്യം, റിസർവേഷൻ അവർക്ക് നൽകി. 1990 ബുദ്ധമതക്കാർക്ക് ഈ സംവരണ ആനുകൂല്യം നൽകാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ മതപരിവർത്തനം വരുത്തിയ പട്ടികജാതിക്കാരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ദളിത് ക്രൈസ്തവർക്ക് ഈ ആനുകൂല്യമൊന്നുമില്ല. നീതിക്ക് വേണ്ടി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ദളിത് ക്രൈസ്തവർ. എനിക്കറിയില്ല, പാലക്കാട് രൂപതയിലില്ലെന്ന് തോന്നുന്നു, ഇരിഞ്ഞാലക്കുട രൂപതയിലില്ല, തെക്കൻ രൂപതകളിൽ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി രൂപതകളിലാണ് പ്രധാനമായിട്ട് ദളിത് ക്രൈസ്തവർ ധാരാളം ഉള്ളത്. അപ്പോൾ പട്ടികജാതിക്കാരായ ആ ആളുകൾ അപ്പോൾ ഈ മതപരിവർത്തനം വന്ന് മതവിശ്വാസം സ്വീകരിച്ച് അവർ ക്രൈസ്തവരായപ്പോൾ അവർക്ക് അനുഭവിച്ചിരുന്ന ആ ആനുകൂല്യങ്ങൾ മതം മാറിപ്പോൾ ക്രൈസ്തവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർക്കും ഈ സംഗതി, ഈ ആനുകൂല്യം കിട്ടുക എന്നുള്ളത് നീതിയാണ്. ആ നീതി അനുവർത്തിച്ച് കിട്ടാൻ വർഷം തോറും ജസ്റ്റിസ് സൺഡേ, നീതി ഞായർ എന്ന പേരിൽ ഒരു ഞായറാഴ്ച ആചരിക്കുന്നത്. KCBCയുടെ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള SC/ST കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഞായറാഴ്ച ആചരിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെയും ഭരണഘടനാനുസൃതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നു. മതത്തിൻ്റെ പേരിൽ വിവേചനം നടത്തുന്നു. ആ വിവേചനം മാറ്റി നമുക്ക് തുല്യമായിട്ടുള്ള ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, ദളിത് ക്രൈസ്തവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് ഞായർ ആയിട്ട് ആചരിക്കപ്പെടുന്നത്. സാറ് എന്തോ ചോദിക്കാൻ മുതിർന്നല്ലോ. 1950 50
അത് ഈ പിന്നെ ഹിന്ദു ദളിത്. ഇനി 1956 5/6 സിഖുകാരുടെ കാര്യമാണ്. 1990 ബുദ്ധമതക്കാർ അവർക്കൊക്കെ സമ്പന്ന ആനുകൂല്യം കിട്ടി. പക്ഷേ ക്രൈസ്തവർക്ക് ഇതുവരെ കിട്ടി. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ ഒരു ചെറിയ തിരുത്ത് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ തിരുത്ത് മറ്റൊന്നുമല്ല, നമ്മുടെ കോഡിലെ കാനൻ്റെ നിയമങ്ങൾ പറഞ്ഞല്ലോ. ലാറ്റിൻ സഭയ്ക്കുള്ള കോഡ് ഓഫ് കാനൽ CIC, അതിൽ എത്ര കാനൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് 1752 ഒരു ചെറിയ തിരുത്ത് കേട്ടോ. ലത്തീൻ കോഡ് CICയിൽ ഉള്ള ആകെ കാനൂനുകളുടെ എണ്ണം 1752. അതാണ് ശരി. ഒന്ന് തിരുത്തണം എന്ന് അപേക്ഷിക്കുന്നു. 1752. ഇനി CCO പൗരസ്ത്യ സഭകളുടെ എത്ര ഞാൻ പറഞ്ഞത് 1500. അത് 1546. ഒന്ന് തിരുത്തണം, 1546. അപ്പോൾ കാനൂനുകളുടെ എണ്ണം ഓർത്തിരിക്കാനായിട്ട്. ഇനി വീണ്ടും ബോർഡ് എഴുതിയ വിശുദ്ധരിക്ക് വരുന്ന RC. അപ്പോൾ റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ റോമ മാർപ്പാപ്പയുടെ കീഴിലുള്ള കത്തോലിക്കലായിട്ടുള്ള സകലമായ ആളുകളും പൊതുവായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. SC ഫോർ സിറിയൻ കാത്തലിക്സ് ഓർ സിറിയൻ ക്രിസ്ത്യൻസ്, സുറിയാനി ക്രൈസ്തവർ. ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ്. രണ്ട് സെയിമാണ്, SC ഓർ SC. അവിടെ സുറിയാനി ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ മാർത്തോമ ക്രിസ്ത്യാനികളാണ്. ഇനി മറ്റൊന്ന് പറയുന്നതാണ് LC, ലാറ്റിൻ ക്രിസ്ത്യൻസ്, ലാറ്റിൻ കാത്തലിക്സ്. മറ്റ് MC എന്ന് പറഞ്ഞാൽ മലങ്കര കാത്തലിക്. ഇനി ഇപ്പോൾ സർക്കാർ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുപോയിരിക്കും. നമ്മളൊക്കെ ഇനി അപേക്ഷകൾ പൂരിപ്പിക്കുമ്പോൾ റിലിജ്യൻ, മതം ഏതാണെന്ന് ചോദിക്കുന്ന കോളത്തിൽ RC എന്ന് എഴുതാൻ പാടില്ല. നമ്മൾ സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് എഴുതണം. ഈ കഴിഞ്ഞ ദിവസം ഗസറ്റ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. നമ്മുടെ കുടുംബത്തിലെ മക്കൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ഇനി RC എന്നല്ല, സീറോ മലബാർ സിറിയൻ കാത്തലിക്, സീറോ മലബാർ ക്നാനായ കാത്തലിക്, സീറോ മലബാർ നാടാർ കാത്തലിക്. 3 വിഭാഗത്തിലാണ്. നമ്മൾ സീറോ മലബാർ സിറിയൻ കാത്തലിക്കാണ് നമ്മൾ. ഇനി സീറോ മലബാർ ക്നാനായ കാത്തലിക് ഉണ്ട്. അതാരെന്നറിയാമോ? കോട്ടയം അതിരൂപതയിലെ വിശ്വാസികൾ സീറോ മലബാർ ക്നാനായ കാത്തലിക്കാണ്. ഇനി വീണ്ടും പക്കല രൂപത എന്ന് കേട്ടിട്ടില്ലേ? പക്കല രൂപതയിലാണ് സീറോ മലബാർ നാടാർ കാത്തലിക്. അപ്പം എങ്ങനെയുണ്ട്? ഒക്കെ സീറോ മലബാർ സിറിയൻ കാത്തലിക്, സീറോ മലബാർ ക്നാനായ കാത്തലിക്, സീറോ മലബാർ നാടാർ കാത്തലിക്. നമ്മൾ ആരും ഇനി റോമൻ കാത്തലിക് അല്ല, RC എന്ന് അറിയപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എത്ര നാടാർ, നീലലോഹിതദാസ് നാടാർ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ? പണ്ട് ഒരു മന്ത്രിയായിരുന്നു കേരളത്തിൽ. നീലലോഹിതദാസ് നാടാർ പിന്നെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എറണാകുളത്ത് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. കണ്ടക്ടർ ടിക്കറ്റായിട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന യാത്രക്കാർ ഒരു യമുന, ഒരു ജോസ് എന്ന് പഠിപ്പിച്ച ഒരു നീലലോഹിതദാസ്. വ്യത്യാസം മനസ്സിലായോ? അവിടെ ഒരു ബസ് സ്റ്റോപ്പാണ് യമുന തിയേറ്റർ അല്ലെങ്കിൽ ജോസ് തിയേറ്റർ എറണാകുളത്ത്. അത് സ്റ്റോപ്പിൻ്റെ പേര്. ഇയാൾ വിചാരിച്ചു അവരൊരു പേര് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുന്നതാണെന്ന്. അന്നേ ഇരിക്കട്ടെ, ഒരു നീലലോഹിതദാസ് നാടാർ ഒരു ടിക്കറ്റ്. അപ്പോൾ അതുപോലെ പണ്ട് ഇന്ദിരാഗാന്ധി കേരളം സന്ദർശിച്ച അവസരത്തിൽ അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്നതുകൊണ്ട് കേരളത്തിൽ
നീലലോഹിതദാസ് നാടാർ മറ്റുള്ളവരോടൊപ്പം ഇന്ദിരാഗാന്ധിനെ പരിചയപ്പെടാനായിട്ട് അപ്പോൾ ആരോ പുള്ളിനെ പരിചയപ്പെടുത്തുകയാണ്. ഹീ ഈസ് നീലലോഹിതദാസ് നാടാർ. അപ്പോൾ ഇന്ദിരാഗാന്ധി അത് ആർ യു നീലലോഹിതദാസ് നാടാർ? അപ്പോൾ മറുപടി അറിയോന്നോ, ഇങ്ങേരാ ഗാന്ധിയുടെ മകളല്ലേ. എങ്ങനെയുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം? ആർ യു നീലലോഹിതദാസ് നാടാർ? ഓ അറിയോന്നോ, അറിയോ, അങ്ങ് ഗാന്ധിയുടെ മകളല്ലേ? അതെ, മഹാത്മാഗാന്ധിയുടെ മകളല്ലേ ഇന്ദിരാഗാന്ധി. എങ്ങനെയുണ്ട് അപ്പോൾ കാര്യങ്ങൾ? അറിയോ എന്ന് ചോദിച്ചത് അറിയോ എന്ന് തെറ്റിദ്ധരിക്കും. അത് മന്ത്രിനെ കളിയാക്കി സംസാരിക്കുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതായാലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വിവരമാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി നമ്മൾ ജസ്റ്റിസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റിസ്. അപ്പോൾ ജസ്റ്റിസ് ഡിലേഡ്, ജസ്റ്റിസ് ഡിനൈഡ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉള്ള ജസ്റ്റിസ് ശ്രീ കുര്യൻ ജോസഫ്, ജസ്റ്റിസ് ശ്രീ കെ ബാലകൃഷ്ണൻ, എല്ലാവർക്കും ജസ്റ്റിസ് ചേർത്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റിസ്. പക്ഷേ ജസ്റ്റിസ് ഉണ്ടോ എല്ലാവർക്കും? നീതിബോധം ഉണ്ടോ എല്ലാ ന്യായാധിപന്മാർക്കും? സംശയിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ നീതിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രയാമ്പിൾ. അതിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ അറിയാം. നമ്മളിത് നേരത്തെ വെച്ചതാണ് വേണ്ടേ? അത് കഴിഞ്ഞു. അതെ, ഗുഡ്, കൊള്ളാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ആമുഖമാണ് പ്രയാമ്പിൾ. അതിലെന്താ പറയുന്നത്? സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഒരു റിപ്പബ്ലിക്കായി നമ്മുടെ രാഷ്ട്രം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില ഉന്നതമായ ആ മൂല്യങ്ങൾ പറ്റി, ഉന്നതമായ ആ മൂല്യങ്ങൾ എന്താണ്? ഒന്ന്, എന്താ പറ്റിയേ? ഒക്കെ പ്രശ്നമായില്ല, തെറ്റിപ്പോയി അല്ലേ? എന്താ സംഭവിച്ചത്? ഓക്കെ, വെരി ഗുഡ്. അവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഇസ് റൈറ്റ്, വെരി ഗുഡ്. നമ്മുടെ അനി ഈസ് വെരി ഗുഡ്. അതെ അതെ, സന്തോഷം. അപ്പോൾ അവിടെ പറയുന്ന ചില തടിച്ചക്ഷരങ്ങൾ കൊണ്ടാണ് ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ. ജസ്റ്റിസ്, ആ ജസ്റ്റിസ്. പിന്നെ കൊടുത്തത് എന്താ? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഡിഗ്നിറ്റി, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി. ഭരണഘടനാ മൂല്യങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന അതിന് 1950 ജനുവരി 26 ഭരണഘടനാ ദിന റിപ്പബ്ലിക് ഡേ. ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആണ് അന്ന്. അപ്പോൾ അന്ന് മുതൽ ഇന്ത്യൻ പൗരന്മാർക്കെല്ലാവർക്കും ഈ പറഞ്ഞ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി. എന്തൊക്കെ നീതിയാണത്? സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ, എല്ലാ തരത്തിലും നീതി കിട്ടാൻ നമുക്ക് അവകാശമുണ്ട്. ദെൻ ലിബർട്ടി ഓഫ് തോട്ട്. അപ്പോൾ ചിന്താ സ്വാതന്ത്ര്യം, എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ, സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്താൻ, എക്സ്പ്രഷൻ, സ്വതന്ത്രമായി എനിക്ക് എൻ്റെ വിശ്വാസം ടു പ്രൊഫസ്, to profess, to practice and to propagate my religion or my faith. അതാണ് ഇവിടെ പറഞ്ഞ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്. എനിക്ക് സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, കണ്ടോ? ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും എനിക്ക് അവകാശമുണ്ട്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ പോകുന്നെന്നുള്ള സൂചനയാണ് യൂണിഫോം സിവിൽ കോഡ്.
അപ്പോൾ ഒരു ഭൂരിപക്ഷ മതത്തിൻ്റെ നിയമങ്ങളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും അടിച്ചേൽപ്പിക്കുമോ എന്നുള്ളൊരു ഉത്കണ്ഠ നമുക്കുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങളും മതവിഭാഗങ്ങളും അവർ കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ പതിവുകളും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നമ്മളെ അസ്വസ്ഥരാക്കുന്നു. നമുക്ക് യൂണിഫോം സിവിൽ കോഡിൻ്റെ കരട് കണ്ടിട്ടില്ല, ഇപ്പം തന്നെ കണ്ണിലെ കരടായി മാറി. ഡ്രാഫ്റ്റ് വന്നില്ലെങ്കിലും ആ കരട് നമുക്ക് കണ്ണിലെ കരടായി മാറിയിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുമോ എന്നൊരു ചിന്തയാണ്. അപ്പോൾ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ? മറ്റൊന്ന് ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതാണ് സമത്വം, അവസര സമത്വം, ഓപ്പർച്യൂണിറ്റി. എനിക്ക് എല്ലാ തരത്തിലും സ്ഥിതി സമത്വ അവകാശം. ആ സമത്വം ഇക്വാലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീ സമത്വം, വിവേചനങ്ങൾ ഇല്ലാതിരിക്കണം. ഹിന്ദു സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും ഈ പറഞ്ഞ സ്ത്രീ വിവേചനം നിലവിലുണ്ട്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ഈ നിയമസംഹിതയിൽ കണ്ടോ, ആ നിയമസംഹിതയിൽ നമ്മൾ കാണും ആ ഇക്വാലിറ്റി നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ഇനി എന്താ ഫ്രറ്റേണിറ്റി, സഹോദരൻ. നമ്മൾക്ക് ഏകതൊരു സഹോദരന്മാരാണ്. ഭാരതീയരെല്ലാവരും എൻ്റെ സഹോദരന്മാർ. എന്താ ഫ്രറ്റേണിറ്റി, സാഹോദര്യം വലിയൊരു മൂല്യമാണ്. അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. മനുഷ്യൻ്റെ മഹാത്മ്യം, വ്യക്തി മഹാത്മ്യം, അവൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന മൃതദേഹത്തോട് പോലും നമ്മൾ ആദരവ് കാണിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ഒരു വ്യക്തി മരിച്ചാൽ പോലും മൃതദേഹത്തോട് അനാദരവ് കാണിക്കാൻ പാടില്ല. മറ്റൊന്ന് അപ്പോൾ ഡിഗ്നിറ്റി ആൻഡ് യൂണിറ്റി. ആത്യന്തികമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇത് ആമുഖത്തിൽ തന്നെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങൾ. ഈ മൂല്യങ്ങൾ അതിൽ വെള്ളം ചേർത്ത് അത് ഡൈല്യൂട്ടഡ് ആക്കാൻ ഇടവരുമോ? ഒരു സമുദായത്തിൻ്റെ ഒരു മതവിഭാഗത്തിൻ്റേതോ ആയിട്ടുള്ള എല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പലതും ഇത് നമ്മൾ നിഷ്പ്രഭമാകുമോ എന്നുള്ള ഒരു ചിന്ത ഇതിനകത്ത് വരുന്നുണ്ട്. ഈസി. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ആത്യന്തികമായിട്ട് ആ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു സമുദായത്തിന് ഒരു ആധിപത്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവസാനം ഒരു ഭയം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഇങ്ങനെ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് അടിച്ചേൽപ്പിച്ച് വന്നാൽ നാളെ ഒരു പക്ഷേ ഭരണഘടന മാറ്റി എഴുതില്ല എന്ന് ആരറിഞ്ഞു? മൃഗീയമായൊരു ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ രാജ്യസഭയിലും ലോകസഭയിലും ഇതൊക്കെ തിരുത്തില്ലെന്ന് ആരറിഞ്ഞു? പക്ഷേ തിരുത്താൻ അവർക്ക് സാധിക്കില്ല. അതിന് കാരണമുണ്ട്. ഭരണഘടനയുടെ ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചർ അത് പൊളിച്ചെഴുതാൻ ആർക്കും അവകാശമില്ല. അത് ഭരണഘടനയോടാണ്. എത്ര അമെൻമെൻറ്റ് വരുത്തിയാലും ഭേദഗതി ഉണ്ടാക്കിയാലും ഘടനാപരമായിട്ടുള്ള ഒരു ചേഞ്ച്, സ്ട്രക്ചറൽ ചേഞ്ച്, അതിൻ്റെ ചട്ടക്കൂട് പൊളിച്ചെഴുതാൻ പറ്റില്ല. ഈ പറഞ്ഞ മൂല്യങ്ങൾ കല്ലിൽ കൊത്തിയിട്ട തങ്കലിപി പോലെ, സ്വർണ്ണലിപി പോലെ അത് പ്രക്ഷോഭിക്കും. അപ്പോൾ ആ ചട്ടക്കൂടിന് മാറ്റം വരുത്താൻ ഒരു സർക്കാരിനും സാധിക്കില്ല, അതിന് അവകാശമില്ല. അങ്ങനെ ചെയ്താൽ കോടതിയിൽ അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. കോടതി തീർച്ചയായിട്ടും അത് ഗൗരവമായിട്ട് പരിഗണിക്കും. ഓക്കെ. അല്ല, അതും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നു. കോടതി പോലും ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്നു. അഴിമതി ആരോപണങ്ങൾ കലച്ചിലായിട്ട് എല്ലാ ദിക്കിലും ഉള്ളതായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു. അത് ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. ഓക്കെ. ഇനി നമ്മൾ കാണുക, ഇവിടെ എടുത്തു പറയുന്ന
മറ്റൊരു സംഗതിയാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സിൻ്റെ റെഫറൻസ് ടു യൂണിഫോം സിവിൽ കോഡ്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് പലതുണ്ടായി. പല സമുദായങ്ങളിൽ നിന്നും വ്യക്തി നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചില കേസുകൾ ഉത്ഭവിച്ചപ്പോൾ അപരിഷ്കൃതമായിട്ടുള്ള പ്രാചീനമായ വിവേചനങ്ങൾ നിറഞ്ഞ ചില വകുപ്പുകൾ കാണാൻ ഇടവന്നപ്പോൾ കോടതി നിരീക്ഷിച്ചു ഇത് പരിഷ്കരിക്കണം. പക്ഷെ എങ്ങനെ പരിഷ്കരിക്കും? ആയതുകൊണ്ട് സുപ്രീം കോടതി തന്നെ പല സന്ദർഭങ്ങളിൽ ഒരു യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 44 നമ്മൾ നേരത്തെ കണ്ടു. ആർട്ടിക്കിൾ 44 അത് പാലിക്കണം. അത് നിലവിൽ വരുത്താൻ സർക്കാർ യത്നിക്കണം, പരിശ്രമിക്കണം എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അത് അങ്ങനെയുള്ള ചില കേസുകളാണ് ഷാബാനു കേസ്. മെയിൻ്റനൻസ് ജീവനാംശം കൊടുക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ഭർത്താവിന് ഇഷ്ടമുള്ളിടത്തോളം കല്യാണം കഴിക്കാനും തോന്നുമ്പോഴൊക്കെ മൊഴി ചൊല്ലിവിടാനും അങ്ങനെ സ്വന്തമായിട്ടുള്ള ജീവിത പങ്കാളിക്ക് ജീവനാംശം കൊടുക്കേണ്ട ആ വലിയ ഉത്തരവാദിത്വം നിന്ന് പയ്യെ അങ്ങ് ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. മെയിൻ്റനൻസ് ജീവനാംശം. അതാണ് ഷാബാനു കേസ് 1985. പിന്നെ കൺവേർഷൻ നള്ളിറ്റി ഓഫ് മാരേജ് സർല മുഗ്ധ. പിന്നെ ഫാദർ ജോൺ വള്ളമറ്റം കേസ് ഇൻഹെറിറ്റൻസ് ആൻഡ് ചാരിറ്റി. മേരി റോയ് കേസ് പ്രമാദമായൊരു കേസാണത്. പെൺമക്കൾക്കും പിതൃസ്വത്തിൽ തുല്യ അവകാശം ലഭിക്കാനായിട്ട് ഒരു 4 നൂറ്റാണ്ട് കാലം കോടതി കയറി ഇറങ്ങിയ ഒരു ധീര മഹിളാരത്നമാണ് മേരി റോയ്. കോട്ടയംകാരിയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലാണ് മരിച്ചത്. പിന്നെ അതല്ലേ മേരി റോയ് കേസ് 1956. പിന്നെ ആ കേസ് ട്രാവൽ സക്സഷൻ ആക്ട്, പെൺമക്കൾക്കും തുല്യമായിട്ടുള്ള അവകാശം കൊടുക്കാനായി. പിന്നെ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ്സ് മദ്രാസ് ഷീരൂർ മഠ് റൈറ്റ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻഡോമെൻറ്റ്സ്, മതസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള കേസ്. അപ്പോൾ അങ്ങനെ ഹിന്ദു സമുദായമായിട്ട് ബന്ധപ്പെട്ടും മുസ്ലിം സമുദായമായിട്ട് ബന്ധപ്പെട്ടും കൂടാതെ ക്രിസ്ത്യൻ സമുദായമായിട്ട് ബന്ധപ്പെട്ടും ചില വിവേചനങ്ങൾ, ചില പോരായ്മകൾ വ്യക്തി നിയമങ്ങളിൽ ഉണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ത്യ ഒട്ടാകെ ഒരു ഏകീകൃത സിവിൽ കോഡ്, ഒരു സിവിൽ നിയമം ഉണ്ടാകണമെന്ന് നിരീക്ഷിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പിന്നെ സർക്കാരിനുള്ള പരിശ്രമം. പക്ഷേ സർക്കാരിൻ്റെ ഈ ഹിന്ദു സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ചില നിയമങ്ങൾ നിലവിലുണ്ട്. ദക്ഷിണേന്ത്യയിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇനി അവരുടെ മക്കൾ ഇതിനെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറെ ചില നിയമങ്ങളുണ്ട്. അങ്ങനെ വളരെയധികം വ്യത്യാസങ്ങളും പിന്നെ പരസ്പര വിരുദ്ധങ്ങളുമായിട്ടുള്ള നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അവർ സനാതന ധർമ്മ എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് പറയാം, വിവാഹ നിയമങ്ങൾ ഹിന്ദുക്കളുടെ ഒരു കൂട്ടർ സപ്തപതി എന്ന് കേട്ടിട്ടുണ്ടോ? സപ്തം എന്ന് പറഞ്ഞാൽ 7, സപ്തപതി എന്ന് പറഞ്ഞാൽ 7 ചുവടുകൾ. കത്തിച്ച നിലവിളക്കിന് ചുറ്റും വധൂവരന്മാർ 7 പ്രാവശ്യം വലം വെച്ച്, അത് അവരുടെ വിവാഹിതരാകുന്നതിൻ്റെ ഒരു ആചാരമാണ് ഹൈന്ദവരുടെ. എന്നാൽ മറ്റു ചില ഹൈന്ദവ സമൂഹങ്ങളിൽ താലി ചാർത്തുക, പുടവ കൊടുക്കുക, അത് മറ്റൊരു തരത്തിലുള്ള ഹൈന്ദവ വിവാഹ ആചാരമാണ്. ഇതൊക്കെ എങ്ങനെ ഏകീകരിക്കാൻ പറ്റും? ഹൈന്ദവ സമുദായത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, പതിവുകൾ ഒക്കെ നിലനിൽക്കെ എങ്ങനെ അതുപോലെ ജാതികളും ഉപജാതികളും ഒട്ടനവധി ഉണ്ടായിരിക്കും, ഒക്കെ ഏകീകരിച്ച് ഒരു കുടക്കിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? മനസ്സിലായോ?
അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിസന്ധി. ഇനി ഇവിടെ വരുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ സമുദായം equality and dignity of spouses കോടതി നിരീക്ഷിച്ചു. പക്ഷെ ക്രിസ്ത്യൻ സമുദായം കാനോന്യമായ പരിഷ്കാരത്തിന് വിധേയപ്പെട്ടു. നമ്മുടെ കാനൂൺ നിയമം 1974 പിന്നെ നിയമപരിഷ്കരണ കമ്മീഷൻ കത്തോലിക്ക സഭ പൗരസഭകൾക്ക് വേണ്ടി ഉണ്ടായി. അത് ഉണ്ടായതിൻ്റെ 50 വർഷങ്ങൾ പിന്നിട്ടു. 2023 അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് നിയമങ്ങൾ കാനൂന്യമായി പരിഷ്കരിച്ചു. അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ പരിഷ്കരിച്ച നിയമമാണ് 1990 ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ പരിസ്ഥിതിയുള്ള കോമൺ പൊതു നിയമ സംഹിത, അതുപോലെ ലഭ്യൻസ് നിയമ സംഹിതയും. അപ്പോൾ അതിലൊക്കെ എന്താണ് ഈ സമത്വത്തെക്കുറിച്ച് പറയുക? ഇക്വാലിറ്റി, സ്ത്രീ വിവേചനം എന്നൊക്കെ പറഞ്ഞ വ്യക്തി നിയമങ്ങളിൽ കണ്ട ആ വിവേചനങ്ങളെ എടുത്തു മാറ്റി. അതിനൊരു ഉദാഹരണമാണ് ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് സ്പൗസസ്. സ്പൗസസ് എന്ന് പറഞ്ഞാൽ ദമ്പതികൾ, ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്ന ദമ്പതികൾ, സ്പൗസസ്. ബൈബിളിൽ പുതിയ നിയമത്തിൽ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഭാര്യമാർ അതുപോലെ ഈ പിന്നെ ഭർത്താക്കന്മാർ അവർ രണ്ടു കൂട്ടരും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശികളാണ്. നോക്കണേ, എന്നാണ് ജീവദായം? ദ ഗ്രേസ് വെൻ യു ഗെറ്റ് മാരീഡ്. പള്ളിയിൽ നിയമാനുസൃതം വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ അവർക്ക് വിവാഹമെന്ന കൂദാശയുടെ ദൈവികമായ വരപ്രസാദം, കൃപ അവർക്ക് ലഭിക്കുന്നു. അത് ഭർത്താവിന് മാത്രമല്ല, ഭാര്യയ്ക്ക് കിട്ടുന്നു. തുല്യമായിട്ടുള്ള ജീവദായകമായ കൃപയ്ക്ക് അവർ തുല്യ അവകാശികളാണ് എന്ന് പറയുമ്പോൾ ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്ക്. അപ്പോൾ ഭാര്യ ദ ഡിഗ്നിറ്റി ഓഫ് ദ വുമൺഹുഡ്, സ്ത്രീത്വത്തിനും അന്തസ് മഹാത്മ്യം ഉണ്ടെന്ന് വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. തുല്യത, ആ സമത്വം നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നാം കാണുന്നു. 2, the unity of matrimony confirmed by the Lord is also clearly apparent in the equal personal dignity. അത് 2-ാം വത്തിക്കാൻ സുനകദോസിൻ്റെ ഒരു പ്രമാണരേഖ, GS എന്ന് പറഞ്ഞാൽ സഭ ആധുനിക ലോകത്തിൽ എന്നുള്ള പ്രമാണരേഖയിൽ 49-ാമത്തെ ആർട്ടിക്കിൾ, ഈക്വൽ പേഴ്സണൽ ഡിഗ്നിറ്റി ഓഫ് ദ വൈഫ് ആൻഡ് ദ ഹസ്ബൻഡ് വിച്ച് ഇസ് റെക്കഗ്നൈസബിൾ ഇൻ മ്യൂച്വൽ ആൻഡ് ഫുൾ ലവ്. കണ്ടോ? മ്യൂച്വൽ പേഴ്സണൽ ഈക്വൽ ഡിഗ്നിറ്റി ഓഫ് ദ വൈഫ് ആൻഡ് ഹസ്ബൻഡ്. അവിടെ ആ സമത്വവും അവരുടെ അന്തസ്സും ആ വ്യക്തി മഹാത്മ്യവും നമ്മുടെ കത്തോലിക്ക സഭ അംഗീകരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിൻ്റെ വലിയൊരു തെളിവാണിത്. 3-ാമത്, based on their rebirth in Christ, there is truly an equality of dignity activity among all the Christian faithful. എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും അവരെല്ലാ പ്രവർത്തനങ്ങളിലും അവർക്ക് ഈക്വാലിറ്റിയും ഡിഗ്നിറ്റിയും സമത്വവും മഹാത്മ്യവും തീർച്ചയായിട്ടുണ്ട്. എങ്ങനെയാണ് അതിന് കാരണം? ബേസ്ഡ് ഓൺ ദ റീബർത്ത് ഇൻ ക്രൈസ്റ്റ്. ദർ ഈസ് ബേസ്ഡ് ഓൺ ദ റീബർത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയാം. എന്താ ഉദ്ദേശിക്കുന്നത്? ബേസ്ഡ് ഓൺ റീബർത്ത്, ക്രിസ്തുവിൽ ഒരു പുനർജന്മം ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാമോദീസ സ്വീകരിച്ച് അതുവഴി നാം ക്രിസ്തുവിൽ ഒരു പുനർസൃഷ്ടിയായി, ഒരു പുനർജന്മം നമുക്ക് ലഭിച്ചു. ഹിന്ദുക്കൾ വിചാരിക്കുന്ന പുനർജന്മം എപ്പോഴാണ്? മരിച്ചു കഴിഞ്ഞിട്ടാണ് അവൻ്റെ വീണ്ടും ഒരു ജന്മം. നമ്മുടെ ജന്മം എപ്പോഴാണ്? മാമോദിസായിലൂടെ ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ ദൈവിക ജീവനിൽ പങ്കുപറ്റി. മനസ്സിലായോ? ആ ക്രിസ്തുവിലൂടെ കൈവന്ന ആ പുതിയ ജീവനിൽ നാമും പങ്കുപറ്റുകയാണ് മാമോദിസായിലൂടെ. മറ്റു കൂദാശ സ്വീകരിക്കുമ്പോൾ ആ കൃപാവരം നമ്മൾ ജ്വലിക്കുന്നു.
ആ കൃപാവരം നിന്ന് മരണം വരെ. ഇപ്പോൾ മാമോദീസായിൽ ലഭിച്ച കൃപാവരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. അതിൽ കുറവോ അതിൽ മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അടുക്കടുക്കൽ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് ആ കൃപാവരത്തിൽ നാം നിറഞ്ഞു നിൽക്കണം. അപ്പോൾ ആ റീബർത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഒരു പുനർജനനം ആണ് നമ്മൾ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ജനിച്ചുകൊണ്ടിരിക്കുക, മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ല പുനർജന്മത്തിന് വേണ്ടി. ഹൈന്ദവൻ്റെ വിശ്വാസ പ്രമാണം ഒരു പുനർജന്മം മരണശേഷമാണ്. നമ്മൾ അനുദിനം പുനർജന്മം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൽ. കൂദാശകൾ സ്വീകരിക്കുമ്പോൾ നാം പുതിയ സൃഷ്ടിയായി തീരുകയാണ്, ദൈവിക ജീവനിൽ വീണ്ടും വീണ്ടും പങ്കുപറ്റുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും ഇത് രണ്ട് നിയമസമിതിയിലും പറയുന്നത്, അതായത് CCO ആൻഡ് CIC രണ്ട് നിയമസമിതിയിലും അതെടുത്ത് പറയുന്നുണ്ട്. വീണ്ടും ഇക്വാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അസ്ക്രിപ്ഷൻ ടു ചർച്ച് സോ യൂരിസ് ബൈ വെർച്ച് ഓഫ് ബാപ്റ്റിസം ഫാദർ ആൻഡ് മദർ. അപ്പോൾ അവിടെ ഇക്വാലിറ്റി എന്താണ്? സാധാരണഗതിയിൽ ഒരു ശിശു ജനിച്ചാൽ മാമോദീസ മുക്കുമ്പോൾ ഏത് സഭയിലെ അംഗമാകും? ഇപ്പോൾ അപ്പൻ അമ്മ ഈ രണ്ട് വ്യത്യസ്ത സ്വയാധികാര സഭകളിൽപ്പെട്ടവരാണെങ്കിൽ സാധാരണഗതി പിതാവിൻ്റെ സ്വയാധികാര സഭയിൽ അംഗമാണ് സാധാരണ ചെയ്യുക. ഓക്കെ, പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ്, അവർ പരസ്പര സമ്മതത്തോടു കൂടെ വേണമെങ്കിൽ ഭാര്യയുടെ റീത്തിലേക്ക് ആ സഭയിലേക്ക് മാമോദീസ സ്വീകരിക്കാനുള്ള, അപ്പോൾ രണ്ടുപേരെയും തുല്യമായിട്ടുള്ള രീതിയിൽ നോക്കിക്കാണുന്ന സഭയുടെ വീക്ഷണമാണത്. അത് രണ്ട് സഭയിലും പറയുന്നുണ്ട്, CCOയും CICയും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ സീറോ മലബാർ, നമ്മളൊക്കെ സീറോ മലബാർ സഭയിൽപ്പെട്ട ഭാര്യ ഭർത്താവാണ്, അപ്പം അതിൽ പ്രശ്നം ഉദിക്കുന്നില്ല, രണ്ടുപേരുടെ സഭയാണല്ലോ. ഇനി ഒരു പക്ഷേ രണ്ട് സഭയിൽപ്പെട്ടവർ വിവാഹിതരാകുമ്പോഴും സാധാരണ പിതാവിൻ്റെ റീത്തിലാണ് സാധാരണ. അത് മറ്റുമല്ലെങ്കിൽ വിവാഹത്തോടു കൂടെ തീർച്ചയായിട്ടും അവർ ഒരു ഒറ്റ സഭയിൽപ്പെട്ടവരായി, മനസ്സിലായി. പക്ഷേ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ രണ്ട് റീത്തിലും അതിനുള്ളൊരു ഓപ്ഷൻ ഉള്ള അതിനൊരു സ്വാതന്ത്ര്യം. അപ്പോൾ രണ്ടുപേരെയും സഭ അംഗീകരിച്ചിരിക്കുന്നതിന് പറഞ്ഞവരെ ചുരുക്കം, ഭർത്താവിൻ്റെ റീത്തും ഭാര്യ റീത്തിനെയും സഭ ഒരുപോലെ അംഗീകരിച്ചിരിക്കുന്നു എന്നതിനാണ് അതിൻ്റെ സൂചന. മറ്റൊന്ന്, ഔട്ട് ഓഫ് മാരേജ് അറൈസ് equal rights and obligations between the spouses regarding what pertains to the partnership of conjugal life. ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദാമ്പത്യ ജീവിത കൂട്ടായ്മ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ദമ്പതികൾക്ക് തുല്യമായിട്ടുള്ള ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ്. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നൊരു വിവേചനം അവിടെ ഇല്ല. ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ എന്ന നിലയിൽ തുല്യമായ അവകാശമാണ്. പാർട്ട്ണർഷിപ്പ് ഓഫ് ലൈഫ്, അവരിപ്പോൾ ദമ്പതികളാണ്. അപ്പോൾ ഒരാൾ സുപ്പീരിയോറിറ്റിയും ഒരാൾക്ക് ഇൻഫീരിയോറിറ്റി. സഭയുടെ നിയമത്തിൽ എത്ര കാരുണ്യമായ പരിഷ്കാരം വന്നിരിക്കുന്നത്, മറ്റ് സമുദായങ്ങളൊന്നും കാണാത്തത്, മനസ്സിലായോ? അപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചത് എന്താണ്? വ്യക്തി നിയമങ്ങളിൽ പരിഷ്കാരം വരുത്തണം. പ്രാചീനവും ആവിഷ്കൃതവും സ്ത്രീ സമത്വമില്ലാത്തതും വിവേചനം ഉണ്ടാക്കുന്നതുമായ വകുപ്പുകൾ എടുത്തു മാറ്റി അത് പരിഷ്കരിക്കണം എന്ന്. അത് പരിഷ്കരിക്കണമെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ സമുദായത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഓൾറെഡി നിലവിലുള്ള നമ്മുടെ വ്യക്തി നിയമമായ കാനൂൻ സംഹിതയിൽ ഈ പറഞ്ഞ മൂല്യങ്ങൾ ഭരണഘടന വിഭാവനം ചെയ്ത ഈക്വാലിറ്റിയും ഡിഗ്നിറ്റിയും അതെല്ലാം നമ്മുടെ ഈ കാനൂനുകളിൽ ഉൾച്ചേർത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഭയപ്പെടാനില്ല. അടുത്തത്, സ്പൗസസ് ആർ ടു ഹാവ് എ കോമൺ ഡൊമിസൈൽ, ഒരു ക്വാസി ഡൊമിസൈൽ. എന്താണ് ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ആർക്കറിയാം? ഡൊമിസൈൽ ഓർ ക്വാസി ഡൊമിസൈൽ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? സ്പൗസ് ടു ഹാവ് കോമൺ ഡൊമിസൈൽ. എന്താ അതിൻ്റെ അർത്ഥം? ഡോമുസ്
എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം ഹൗസ് എന്നാണ്, ഭവനം. അതിൽ നിന്നാണ് ഡൊമിസൈൽ വരുന്നത്. എൻ്റെ ഭവനം എവിടെ സ്ഥിതി ചെയ്യുന്നു അവിടെയാണ് എൻ്റെ വാസസ്ഥാനം. ദ പ്ലേസ് ഓഫ് മൈ പ്രൈമറി ലൊക്കേഷൻ. ഞാൻ എവിടെ ആയിരിക്കുന്നു, എൻ്റെ വീട് എവിടെയാണ്, ഏത് ഇടവക അതിർത്തിയിലാണ്, ഏത് രൂപതയുടെ അതിർത്തിയിലാണ് എൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്, അതാണ് എൻ്റെ വാസസ്ഥാനം. അതിനാണ് ഡൊമിസൈൽ. അതൊരു കാനോനിക്കൽ, ജൂറിഡിക്കൽ, നിയമാനുസൃതമായിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ഡൊമിസൈൽ. വാസസ്ഥാനം എന്നർത്ഥമുള്ളൂ. ഇനി ഭാര്യയും ഭർത്താവും ഡോമുസ് എന്നത് ലാറ്റിൻ വേർഡാണ്. ഡോമുസ് അതിൻ്റെ അർത്ഥം ഹൗസ്. അതിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് വാക്കാണ് ഡൊമിസൈൽ. അത് ഡൊമസ്റ്റിക്. ഗായ് ഏക് പാൽതു ജാൻവർ ഹേ. എന്താ അർത്ഥം? ഗായ് ഏക് പാൽതു ജാൻവർ ഹേ. കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഗാർഹിക പീഡനം, വീട്ടിനകത്ത് വെച്ചുള്ള പീഡനം, തൊഴിയോട് തൊഴി, അമ്മായിമ്മ മരുമകളെ ചൂലും കെട്ടിടുന്നതുകൊണ്ട് മാത്രമല്ല, ചട്ടുകെടുത്തും കൊണ്ടടി, അടിയോടടി പീഡിപ്പിച്ചു, കൊന്നില്ലെന്ന് മാത്രം, കൊല്ലാക്കൊല ചെയ്തു. അപ്പോൾ ഭർതൃഗൃഹത്തിലാണ് ഈ പീഡനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനത്തിന് എതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ശിക്ഷകളാണ് വരുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് അതേക്കുറിച്ച് അടുത്ത വകുപ്പിൽ വരുന്നുണ്ട്, ഞാൻ വിശദീകരിക്കാം. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, അത് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് കോമൺ ഡൊമിസൈൽ എന്ന് പറഞ്ഞു. സാധാരണ നമുക്കറിയാമല്ലോ, ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലല്ലേ താമസിക്കുക. ഇറ്റ്സ് കോമൺ ഡൊമിസൈൽ. അപ്പോൾ കോമൺ ഡൊമിസൈൽ എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിൽ ദ വൈഫ് ഷെയർസ് ദ ഡൊമിസൈൽ ഓഫ് ദ ഹസ്ബൻഡ്. പരിഷ്കരിച്ച നിയമത്തിലാണ് കോമൺ ഡൊമിസൈൽ എന്ന് വാക്ക് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലോ ആകാം, ഭാര്യയുടെ വീട്ടിലോ ആകാം. പക്ഷേ കസ്റ്റം, പതിവനുസരിച്ച് പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അതാണ് അവരുടെ കോമൺ ഡൊമിസൈൽ. ഇനി അവിടെ പറയുന്നതാണ് ഫോർ എ ജസ്റ്റ് കോസ്. ഫോർ എ ജസ്റ്റ് കോസ് ഈച്ച് ക്യാൻ ഹാവ് ദെയർ ഓൺ ഡൊമിസൈൽ ഓർ ക്വാസി ഡൊമിസൈൽ. പിന്നെ എങ്ങനെയാണ് ഡൊമിസൈൽ ഉണ്ടാകുന്നത്? ഒരു ഇടവക അതിർത്തിക്കുള്ളിൽ വന്ന് താമസമായിട്ട് 5 കൊല്ലം താമസമായി എന്ന് വിചാരിക്കും. അതും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ യു ആർ സപ്പോസ് ടു ഹാവ് അക്വയർഡ് ദ ഡൊമിസൈൽ. പോയിന്റ് മനസ്സിലായ? 5 വർഷമായി കഴിഞ്ഞ് നിങ്ങൾ ഈ ഇടവക്കാരനായിരുന്നു ചുരുക്കം. പണ്ട് 10 കൊല്ലമായിരുന്നു പഴയ നിയമത്തിൽ ആ ഇടവക അംഗമാകുന്നു. ഏതാ പറയാം. അതായത് 5 സ്ഥിരം ഡൊമിസൈൽ, ഒരു സ്ഥിരമായിട്ടുള്ള വാസസ്ഥാനം. മനസ്സിലായി? ഇനി ക്വാസി ഡൊമിസൈൽ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് 6 മാസം പറയാൻ കാരണം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? എ ബെറ്റർ അവർ ഗ്രേറ്റർ പാർട്ട് ഓഫ് എ ഇയർ. ഗ്രേറ്റർ പാർട്ട് എന്ന് പറയുമ്പോൾ ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ എത്രയായി? 6 months. 6 months ഓർ മോർ ദാൻ 6 months. അങ്ങനെയാണ് 6 മാസത്തിൽ കൂടുതൽ ഇവിടെ താമസമായി കഴിഞ്ഞാൽ ഒരു ക്വാസി ഡൊമിസൈൽ, ഏകദേശം ഒരു വാസസ്ഥാനം ആയെന്ന് പറയാം. പക്ഷെ സ്ഥിരമായൊരു വാസസ്ഥാനം എന്ന് പറയണമെങ്കിൽ പണ്ട് 10 കൊല്ലം ആകണം. ഓക്കെ, 10 കൊല്ലം താമസമായി കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ അവിടെ പരിപൂർണമായിട്ടൊരു മെമ്പറായി. മനസ്സിലായി? തൽക്കാലത്തേക്ക് ഒരു വാസസ്ഥാനം, തൽക്കാലത്തേക്കൊരു മെമ്പർഷിപ്പാണ് 6 മാസം ഉദ്ദേശിച്ചത്. ഇനി പുതിയ നിയമത്തിൽ 10 5 വർഷമാക്കി ചുരുക്കി. ഇനി പിന്നെ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഇയർ എന്നുള്ളത് 3 മാസമായി. 3 മാസം ഇവിടെ വന്ന് താമസമായി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളൊരു മെമ്പർഷിപ്പായി. ക്വാസി മെമ്പർഷിപ്പ്. ഫുൾ മെമ്പർഷിപ്പ് ആകണമെങ്കിൽ 5 കൊല്ലം ആകണം.
ഇടവക മാറ്റ കുറി വാങ്ങിച്ച് പുതിയ ഇടവകയിൽ കൊണ്ട് ചേർത്തി. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു പെർമനൻ്റ് മെമ്പറായി. ഇനി 3 months കൊണ്ട് താൽക്കാലികം ആകുന്നേ ഉള്ളൂ. താൽക്കാലികം. സ്ഥിരം മെമ്പർഷിപ്പ് ആകണമെങ്കിൽ 5 വർഷം. ചിലർ 5 വർഷമായിട്ട് പോലും ഈ കുറി കൊണ്ടുവന്ന് കൊടുക്കാത്ത കേസ്. അപ്പോൾ അവർ കാരണം പറയുന്നത് ട്രാൻസ്ഫറാണ്, എപ്പോഴും മാറിപ്പോകുന്നവരല്ലേ. എന്ന് മാറിയാലും ഒരു മെമ്പർഷിപ്പ് ഉണ്ടായാലും നമുക്ക് അവകാശങ്ങൾ, ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസി ചേർന്ന അവകാശങ്ങൾ, ദ റൈറ്റ് ടു സ്പിരിച്വൽ ഗുഡ്സ്, ആത്മീയ ആവശ്യങ്ങൾക്കൊക്കെ അവകാശം ഉന്നയിക്കാൻ നമുക്ക് അവസരമുണ്ട് നിയമപരമായിട്ട്, കാനൂൺ നിയമം അനുസരിച്ച്. അതിന് എത്ര വേഗം ഇടവക ചേരുക, നമ്മുടെ കുറി ഇടവക മാറ്റക്കുറി വാങ്ങി അവിടെ കൊണ്ട് ചേർക്കുക പ്രായോഗികമായിട്ട്. അതിൽ അലംഭാവം കാണിക്കേണ്ട കാര്യമില്ല. ഇടവക മാറ്റക്കുറി തരണമെങ്കിൽ കുടിശ്ശിക തീർക്കേണ്ടി വരും. പക്ഷേ കുടിശ്ശിക ഒന്നും കൊടുക്കാതെ പള്ളിപ്പണിയാകട്ടെ അതിന് മുൻപുള്ള മറ്റ് മാസപ്പിരിപാട് ഒന്നിനും ഒരു അണപ്പായി കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നൊരു വിദ്വാൻ ഇവിടുന്ന് മാറിപ്പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് എടാ കുടിശ്ശ ഓഫീസിൽ ചെന്ന് കുടിശ്ശൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് തീർത്ത് വാ. ഓഫീസിൽ ചെന്നപ്പോൾ കണക്കെഴുത്തുകാരൻ തന്നെ പറഞ്ഞു, ഇവൻ്റെ കുടിശ്ശി അടുത്ത കാലത്തൊന്നും തീരില്ല അച്ചോ, അത്രമാത്രം ആയിട്ടുണ്ട്. പിന്നെ അച്ഛൻ കരുണ തോന്നി കുറേ വിട്ടുവീഴ്ച ചെയ്താലും കമ്മിറ്റിക്കാർ സമ്മതിക്കില്ല. എന്തു ചെയ്യും? അവിടെ കല്ലിട്ടു, അവിടെ കെട്ടിടം പണിതു, അവിടെ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് വിചാരിച്ച് നിർബന്ധം, പുതിയ വിചാരിച്ച് കുറി കൊണ്ടുപോവാ എന്നിട്ട് ആലോചിക്കാം എന്തു ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടൊരു വിശ്വാസ നിലയിൽ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവകാശം മാത്രമല്ല, ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന നിലയിൽ അതിന് വീഴ്ച വരുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പൗസസ് ആർ ടു ഹാവ് എ കോമൺ ഡിസൈൻ, അതാണ് നമ്മൾ പറഞ്ഞു വന്നത് വാസസ്ഥാനം. പക്ഷേ ഫോർ ജസ്റ്റ് കോസ് ഭർത്താവാണെങ്കിൽ ഭാര്യയെ സ്ഥിരമായിട്ട് തല്ലുക, കുടിച്ച് വന്ന് പാതിരയ്ക്ക് 4 കാലിൽ കയറി വന്ന് അടിയോടടി, ഭാര്യ ഉറക്കം വിളിച്ച് കാത്തിരിക്കും ആ ഇടി കിട്ടിയിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. അതല്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങിയാൽ വന്ന് പിടിച്ചെടുപ്പിച്ചിടിക്കും, ഉറക്കത്തിലിടിക്കും. ആ ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങ് വന്നെങ്കിൽ എനിക്കൊന്ന് കിടന്നുറങ്ങാമായിരുന്നല്ലോ, കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഗാർഹിക പീഡനമായി. ഇനി ഇത് ഞാനും കൂടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. അവൾ എന്ത് ചെയ്തു? കുഞ്ഞു മക്കളെയും ഒക്കെ തിരുപ്പി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ താമസിക്കുന്നു. ഇനിയും കയറി വരാൻ പറ്റാത്ത അവസ്ഥയായി. തൽക്കാലത്തിന് വാടക വീട്ടിലേക്ക് മാറുന്നു. അതും അല്ലെങ്കിൽ അവിടെ ചെറിയൊരു വീട് പണിത് കൊടുക്കുന്നു, ഒരു 3 സെൻറ്റ്. അപ്പം അത് പുതിയൊരു ഇടവക അതിർത്തിയിലായി. അപ്പം ഭാര്യ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് തക്ക കാരണം ഉണ്ട് എങ്കിൽ, ഒന്നിച്ച് സഹവസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എങ്കിൽ അവർക്ക് സ്വന്തമായൊരു വാസസ്ഥാനം, പിന്നെ അത് ജസ്റ്റ് കോസ്, നീതിപൂർവമായിട്ടുള്ള ഒരു കാരണം ഉണ്ട്. സഭ ആ വ്യക്തിയുടെ ജീവിത പങ്കാളിയുടെ അവകാശത്തെ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയുമാണ്. കണ്ടോ? അപ്പോൾ എല്ലാവരും വ്യക്തിമഹാൻ, ദ ഡിഗ്നിറ്റി, ദ ഇക്വാലിറ്റി, സ്വതന്ത്രമായിട്ട് മാന്യമായിട്ട് സമാധാനമായിട്ട് സൗകര്യമായിട്ട് ജീവിക്കുവാനുള്ള ആ അവകാശത്തെ സഭ അംഗീകരിക്കുകയും അവരെ അതിനുവേണ്ടി സംരക്ഷിക്കുകയും അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇത് പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്. ഇങ്ങനൊരു കേസ് ഹാൻഡിൽ ചെയ്തോ? സമാധാനത്തിൽ അവസാനിച്ചോ? അടിയോടടി.
പല സാഹചര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഒരിക്കലൊരു വീട്ടിൽ മരുമകൾ, അമ്മായിമ്മ, ഇവരൊക്കെയുണ്ട്, ഭർത്താവും എല്ലാവരും ഉണ്ട്. അമ്മായിമ്മ എന്നും പള്ളിയിൽ പോകും. അപ്പോൾ അവിടെ പാല് കറവയുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് പാല് വാങ്ങിക്കാൻ വരുന്ന ഒരാളുണ്ട്. അമ്മായിമ്മയാണ് അത് അളന്ന് കൊടുക്കുക. ഒരു ദിവസം പാല് വാങ്ങാൻ വന്നപ്പോൾ അമ്മായിമ്മ പള്ളിയിൽ പോയിരിക്കുക. മരുമകൾ പറഞ്ഞു, അമ്മ പള്ളിയിൽ പോയിരിക്കുക, അമ്മ വന്നിട്ടില്ല. സാരില്ല മോളെ, ആ അളവ് കുപ്പിയിൽ എടുത്ത് അതങ്ങ് പകർന്ന് തന്നാൽ മതി, ഞാൻ അമ്മ വരുന്ന കാത്ത് ഞാനിവിടെ നിൽക്കണ്ടേ. ഇല്ലില്ല, അത് അമ്മയാണ് അളന്ന് കൊടുക്കുക. മോളെ, ആ അളവ് കുപ്പിയിലെടുത്ത് ഇങ്ങ് അളന്ന് തന്നേച്ചാൽ മതി. ഞാൻ ചെയ്യില്ല, അത് അമ്മ തന്നെയാണ് അളന്ന് കൊടുക്കുക. അതെന്താ മോളെ അങ്ങനെ? എന്താ കാര്യം എന്നറിയാമോ? അമ്മ പള്ളിയിൽ പോയി കുർബാന കണ്ട് കൂദാശ സ്വീകരിച്ച് തിരിച്ചു വന്ന് ചെയ്യുന്ന ആദ്യ സ്ഥലത്ത് വെള്ളം ചേർക്കും. അത് അമ്മയ്ക്ക് അറിയുള്ള അളവ് എത്രയാണെന്ന്. ആ അളവ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം പാല് അളന്ന് കൊടുക്കാൻ. ഞാനിത് അളന്ന് കൊടുത്താൽ വെള്ളം ചേർക്കാൻ കൊടുത്താൽ അമ്മ വന്നാൽ വീണ്ടും ഗാർഹിക പീഡനം. എന്തു ചെയ്യും? അതങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയ കാര്യം എന്താണ്? എനിക്ക് ഒന്നുകൂടെ ചെറുതായിട്ടൊന്നുകൂടെ പറഞ്ഞ്. ആ, ഓക്കെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കം. ഓക്കെ, യെസ്, പ്രശ്നമായി. ആ, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വികാരിച്ചതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വികാരിച്ചും വളരെ വിവേകത്തോടു കൂടെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു, വിജയിച്ചില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അച്ഛൻ ചെയ്യാമായിരുന്നത്, വീണ്ടും പ്രശ്നം വന്നപ്പോൾ ഈ കാര്യം രൂപതാ കച്ചേരിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. സഭ, നമുക്ക് കോടതി പോകാനല്ല, രൂപതാ കച്ചേരി പിതാവിന് റിപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ ഈ ഇടവകയിൽ ഇന്ന കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രയാസമുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. മറ്റ് പല മധ്യസ്ഥന്മാർ ഇടപെട്ടിട്ടും വിജയിച്ചിട്ടില്ല. പിതാവ് ഒന്ന് സഹായിക്കണം. അപ്പോൾ പിതാവ് തീർച്ചയായിട്ടും അതിലിടപെടുന്നു. പിതാവിനെ വിളിപ്പിച്ച് സംസാരിക്കുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള തർക്കം അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയുന്നു. എന്നിട്ട് പലതരത്തിൽ പിതാവ് അവരെ സഹായിക്കാം. ഒന്ന്, ഇവരുടെ കുറ്റം ആരുടെ പേർക്കാണെങ്കിൽ അത് തിരുത്താൻ ആവശ്യപ്പെടുന്നു. മാനസികമായുള്ള അകൽച്ചയിൽ കഴിയുകയാണെങ്കിൽ അവരൊരു നല്ല ദമ്പതികൾക്ക് വേണ്ടി ഉള്ള ഒരു കൗൺസിലിംഗ് ധ്യാനത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ പരാജയപ്പെട്ട കേസുകളുണ്ട്. പോകാൻ കൂട്ടാക്കാത്ത ദമ്പതികളുണ്ട്. ഒരാൾ സമ്മതിച്ചാലും ജീവിത പങ്കാളി സമ്മതിക്കാത്ത കേസുകളുണ്ട്. അപ്പോൾ രൂപതാ കേന്ദ്രത്തിലേക്ക് ഈ കേസ് ഫോർവേഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇനിയും സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് എങ്കിൽ ആ വിവാഹം വേർപെടുത്താൻ, അസാധുവാക്കാൻ കാരണമുണ്ടെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി രൂപതാ കച്ചേരിയിൽ നിന്ന് രൂപതാ കോടതിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. പോയിന്റ് മനസ്സിലായ? അല്ലാതെ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് വലിയ അർത്ഥമില്ല. ഇനി രൂപതാ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഒന്നിച്ച് ജീവിക്കില്ല, ഞാൻ പറ്റില്ല, അതിനും കൂടെ ഇനി ഞാൻ പൊറുക്കില്ല, എനിക്ക് ഡൈവോഴ്സ് വേണം എന്നും ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ രൂപതാ കോടതിയിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുക. കല്യാണം വേർപ്പെടുത്തുന്നതിന് തക്ക കാരണം വേണമല്ലോ. അങ്ങനെ ഇരിക്കെ പിന്നെ എന്തു ചെയ്യും? രൂപതാ കോടതി സ്വീകരിക്കുന്നതിന് മുമ്പ് അത് സിവിൽ കോടതി, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല. സിവിൽ കോടതിയിൽ അപ്പോൾ ഒരു വക്കീൽ വഴി അന്യായം ബോധിപ്പിച്ച് ഇവർക്ക് ഈ പറഞ്ഞ പോലെ വിവാഹം ഒഴിവാക്കാൻ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഉഭയസമ്മതപ്രകാരം സിവിൽ കോടതിയിൽ നിന്ന് കല്യാണം ഒഴിവാക്കി ഒരു പക്ഷേ കിട്ടിയേക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ രൂപതാ കോടതി കാനൂൻ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ആ ഒരു വിവാഹം അസാധുവാക്കാനുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആ രീതിയിൽ
കാലതാമസമില്ലാതെ അവരെ സഹായിക്കാൻ പറ്റും. പോലീസ് ഇവരെ അനുരഞ്ജി മറ്റൊന്ന് രൂപതയോട് അനുബന്ധിച്ച് ഒരു ജസ്റ്റിസ് ഫോറം ഉണ്ട്, പ്രത്യാശ എന്ന് പറഞ്ഞ കേന്ദ്രമുണ്ട്. അവിടെ ഈ തർക്കങ്ങളും വിവാഹ പ്രശ്നങ്ങളും ഉൾപ്പെടെ വക്കീലന്മാരും അതുപോലെ വിദഗ്ധരായിട്ടുള്ള മറ്റ് പലരും ഉൾപ്പെടുന്നൊരു സമിതിയാണ് ജസ്റ്റിസ് ഫോർ. ആ ജസ്റ്റിസ് ഫോറത്തിലേക്ക് പിതാവ് ഫോർവേഡ് ചെയ്യും. ഇവരവിടെ ചെന്ന് സംസാരിച്ച് കാര്യം പരിഹരിക്കാൻ. അവിടെയും പരാജയപ്പെട്ടു. ധ്യാന കേന്ദ്രത്തിൽ പോയി, അതും ശരിയായില്ല. ഇനി ഇവരൊന്നും ജീവിക്കാൻ സാധ്യതയില്ല എന്ന് 100% ബോധ്യം. അവർ ഇറട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ്, അപരിഹാര്യമായ രീതിയിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം തകർച്ചയിലാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നു. എങ്കിൽ കോടതി, സഭാ കോടതി അതൊരു കേസായിട്ടെടുത്ത് അത് പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു വിധി പ്രസ്താവിക്കും. പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോയിട്ട് യാതൊരു ഉപകാരമില്ല. ഒരു പക്ഷേ ജീവന് അപായം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അങ്ങനെയുള്ള ഗൗരവതരമായ കാരണങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സിവിൽ അധികൃതരുടെ സഹായം വേണ്ടി വന്നേക്കാം. വളരെ സങ്കടകരം. ഒത്തിരി കേസുകളുണ്ട്. ഇന്ന് നീറുന്ന, വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ജന്മങ്ങൾ എന്തു ചെയ്യും? സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആണ് അല്ലേ? എന്തായാലും എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാനായിട്ട് സാധിക്കണം. ഇനി വീണ്ടും അടുത്ത സെക്ഷൻ, സെപ്പറേഷൻ സ്പൗസസ്. അവിടെ ദാമ്പത്യ ബന്ധം ഒഴിവാകുന്നില്ല, താൽക്കാലികമായിട്ടുള്ള ഒരു വിടുതൽ, ഒരു സെപ്പറേഷൻ, അവരൊന്ന് മാറ്റുന്ന അവസ്ഥ. പക്ഷേ വാലിഡിറ്റി ഓഫ് മാരേജ് ബോണ്ട് വാലിഡായിട്ട് നിൽക്കുന്നു, ദാമ്പത്യ ബന്ധം നിലനിൽക്കുന്നു. പക്ഷേ തൽക്കാലം മാറി താമസിക്കുന്നു. അതിന് കാരണങ്ങൾ നമ്മുടെ സഭാ നിയമത്തിൽ പറയുന്ന കാനൻസ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഏണസ്റ്റ്ലി റെക്കമെൻഡഡ് ദാറ്റ് എ സ്പൗസ് മോട്ടിവേറ്റഡ് ബൈ ചാരിറ്റി ആൻഡ് solicitous for the good of the family should not refuse to pardon an adulterous partner and not break off the partnership of conjugal life. ശരി, വിപ്ലവകരമായിട്ടുള്ള ഒരു കാനൂനെയാണത്. അഡൾട്ടറസ് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? അഡൾട്ടറി അർത്ഥം വ്യഭിചാരം. അപ്പോൾ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ കല്യാണം വേർപെടുത്താവോ? യെസ് ഓർ നോ? വേർപെടുത്തണം അല്ലേ? ശരിക്കും സഭ പഠിപ്പിക്കുന്നത് വേർപെടുത്താൻ പാടില്ല എന്നാണ്. സിവിൽ കോടതിയാണെങ്കിൽ വ്യഭിചാരം വിവാഹമോചനത്തിനുള്ള ഒരു കാരണമായിട്ട് അവരെടുക്കുന്നു. ഇപ്പോൾ പൊരുത്തക്കേടായില്ലേ? സഭയുടെ നിയമത്തിൽ എന്താണ്? ഈ വ്യക്തികൾ, ഒരു ജീവിത പങ്കാളി, രണ്ടുപേരിൽ ഒരാൾ ഈ കുറ്റം ചെയ്തു, ഒരു കുറ്റമാണ് അഡൾട്ടറി, വ്യഭിചാര കുറ്റം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഫരിസേയന്മാർ ഉണ്ടങ്കല്ല് കയ്യിൽ പിടിച്ചു വന്ന രംഗം ഓർക്കുന്നുണ്ടോ? കർത്താവിന് അനുവാദം കിട്ടിയ ആ കല്ലെറിയാനായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അത് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന, അത് ഗ്രീക്ക് ഭാഷയായിട്ട് ബന്ധപ്പെട്ട ഒരു. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഗതി യഥാർത്ഥത്തിൽ യേശു പറഞ്ഞത് എന്താ? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവനാകട്ടെ ആദ്യത്തെ കല്ലെറിയേണ്ടത്. അവരും പാപം ചെയ്തവരുണ്ട്. മനസ്സുകൾ, ഹൃദയത്തെ വായിക്കുന്ന യേശുനാഥൻ. ഇതാ കേട്ടപ്പോൾ കല്ലൊക്കെ താഴെയിട്ട് രണ്ടാം മുണ്ട് എടുത്തൊന്ന് തോളിലിട്ട് വാടേക്കാം, നമുക്കങ്ങ് പോകും, ഒന്നും നടക്കുകയില്ല. അവർ 4 പേര് 4 വഴിക്കേ പോയി. പിന്നെ അവർ കൂട്ടം കൂടിയല്ല വന്ന്, പിന്നെ അവർ ചിന്നിച്ചിതറിപ്പോയി. ഏത് വഴിക്കേ പോയെന്നറിയില്ല, വേഗത്തിൽ പോയി, പുല്ല് മുളക്കില്ല ആ വഴിയിലിനി. അവസാനം യേശുവും ഈ പാപിനിയും മാത്രമായി കണ്ണീരൊലിച്ച്
അനുതാപത്തിൻ്റെ കണ്ണുനീര് പൊഴിച്ച് അവിടെ നിൽക്കുകയാണ്. അവിടെ രക്ഷിച്ചത് ഈശോ ആണ്. നിയമം അനുസരിച്ച് അവളെ കല്ലെറിയണം, കൊല്ലണം. വലിയ തെറ്റാണ് അവൾ ചെയ്തിരിക്കുന്നത്. പരസ്യ പാപിനെയാണ്. ഈശോ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഈശോ അവിടെ ചെയ്ത തെറ്റ് ന്യായീകരിക്കുകയല്ല ചെയ്തത്. ഓ മോളെ കൊള്ളാം, നീ ഇനിയും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തോ, ഓക്കെ വിട്, ഓ വണ്ടി വിട്, നീ വീട്ടിൽ പോയിക്കോ. അല്ല, ഒരു താക്കീത് കൊടുത്തു, ഒരു മുന്നറിയിപ്പ് കൊടുത്തു, മേലിൽ നീ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോയിക്കൊള്ള. അതൊരു പാപം മോചനമാണ്. ദൈവം അവളെ അനുഗ്രഹിച്ചു, പാപം മോചിച്ചു. വാസ്തവത്തിൽ അവർ കുറ്റക്കാരിയല്ലേ? നിയമലംഘന ശിക്ഷ വിധിച്ചിട്ടുണ്ട് നിയമത്തിൽ. വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലണം. പരിശുദ്ധ അമ്മ ഗർഭവതിയായി എന്ന് അറിഞ്ഞപ്പോൾ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം. പരപുരുഷ ബന്ധം. യൗസേപ്പ് പിതാവ് ഒരു സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശം ഈ സൂക്ഷിക്കണം. പക്ഷേ കല്ലെറിഞ്ഞ് കൊന്നില്ലെങ്കിലും രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ ആലോചന നടത്തി, മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശം എന്താണ്? അവൾ തെറ്റുകാരിയല്ല, അവൾ കുറ്റം ചെയ്തിട്ടില്ല. അവൾ ഗർഭിണിയായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാണ്. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പുത്രന് ജനിക്കാൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അവിടെ പരപുരുഷ ബന്ധമോ അതോ അല്ലെങ്കിൽ പുരുഷൻ്റെ ഇച്ഛയോ ഒന്നുമല്ല, ദൈവേച്ഛയാണ്, ദ ഡിവൈൻ വിൽ. നീ അത് മാനിച്ചുകൊണ്ട് നീ അവളെ സ്വന്തമായി സ്വീകരിച്ച് നിൻ്റെ ജീവിത പങ്കാളിയായിട്ട് അംഗീകരിച്ച് അവളിലൂടെ ജന്മമെടുക്കുന്ന ആ കുഞ്ഞ് ദൈവത്തിൻ്റെ പുത്രനായ യേശു എന്ന പേര് നാമകരണം ചെയ്ത് ജനത്തെ, ഇസ്രായേൽ ജനതയുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനുള്ള രക്ഷകൻ ആണെന്ന് നീ തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞിൻ്റെ വളർത്തുപിതാവാകാൻ സ്വപ്നത്തിൽ നിർദ്ദേശം ലഭിച്ചിരിക്കുക. എത്രയോ ധീരമായ സാഹസ്യമായ തീരുമാനം. അവളെ സ്വന്തമായി സ്വീകരിച്ചു. തുടർന്നങ്ങോട്ട് എത്രയോ സങ്കടം നിറഞ്ഞ ജീവിത വഴിത്താരയായിരുന്നു. ഈജിപ്തിലേക്ക് പോകുന്നു, പിന്നെ ബത്ലഹേമിൽ നിന്ന് സെൻസസ് എടുക്കാൻ പോകുന്നു, ഹെറോദേസിന് കരാള കസ്തയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതുമാത്രമല്ല, അങ്ങനെ ആ ജീവിതം എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ തിരുമനസ്സിനുള്ള വിധേയത്വവും അനുസരണവും. ഔസേപ്പിതാവും മാതാവും നമുക്ക് വലിയ മാതൃകയില്ലേ അത്? അപ്പോൾ ഈ സുവിശേഷ ദൈവവചന മൂല്യങ്ങളുടെ വെളിച്ചത്തിലാണ് സഭയുടെ ആത്മീയമായ പഠനത്തിൽ കാനോ നിയമം. ദ ഫസ്റ്റ് പ്രൈമറി സോഴ്സ് ഓഫ് കാനൻ ലോ ഈസ് ദ ഹോളി സ്ക്രിപ്ചേഴ്സ്, ദ ബൈബിൾ. ഇപ്പോൾ ബൈബിൾ അതുകൊണ്ടാണ് അഡൾട്ടറിയിൽ വ്യഭിചാര കുറ്റത്തിൽ കഴിയുന്ന ആ പങ്കാളിയെ നമ്മൾ ക്ഷമിക്കണം. എന്താ പറയുക? ഏണസ്റ്റ് റെക്കമെൻഡ് ദാറ്റ് എ സ്പൗസ് മുട്ട് ബൈ ചാറ്റ് ഗുഡ് ഓഫ് ദ ഫാമിലി. മക്കളുണ്ട്, ഒരു കുടുംബമുണ്ട്, നീ ക്ഷമിക്കുക. ഷുഡ് നോട്ട് റെഫ്യൂസ് പാർഡൺ. അല്ല, കേൾക്കൂ, പറയട്ടെ. റെഫ്യൂസ് ടു പാർഡൺ അഡൾട്ടസ് പാർട്ട്ണർ ആൻഡ് നോട്ട് ബ്രേക്ക് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഓഫ് കോഞ്ചുഗൽ ലൈഫ്, യുനോ. അപ്പോൾ അവിടെയാണ് പറഞ്ഞ ഒരു ചോദ്യം, മറ്റൊരു സ്ത്രീയുമായിട്ട് തുടർ ബന്ധത്തിൽ കഴിയുന്ന. അപ്പോൾ ഇവൻ്റെ തെറ്റ് ക്ഷമിച്ചുകൊണ്ട് മേലിൽ നീ ആ സ്ത്രീയായിട്ടുള്ള ബന്ധം പാടില്ല. മേലിൽ അത് പാടില്ല, നീ അത് ഉപേക്ഷിക്കണം. ഇനി നമുക്ക് നിയമാനുസൃതമായ സഭ അംഗീകരിച്ച നാം സ്വീകരിച്ച കൂദാശ, ആ കൂദാശയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇനി ജീവിക്കാം. ഇനി അത് കൂട്ടാക്കുന്നില്ല എങ്കിൽ അടുത്ത വാക്ക് നോക്കൂ. ദ ഇന്നസെന്റ് സ്പൗസ് മേ ലോഡബ്ലി റീഅഡ്മിറ്റ് ദ അതർ സ്പൗസ് ടു ദ പാർട്ട്ണർഷിപ്പ് ഓഫ് കോഞ്ചുഗൽ ലൈഫ്. അവരുടെ ദാമ്പത്യ ജീവിത കൂട്ടായ്മയിലേക്ക് വീണ്ടും സ്വീകരിക്കണം. In which case he renounces the right to separation.
അവർക്ക് വേർപിരിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഞാൻ ഉപയോഗിക്കുന്നില്ല. ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പരസ്നേഹത്തിനാൽ പ്രചോദിതമായി കൊണ്ട് ഞാൻ ക്ഷമിച്ച് അവരൊന്നിച്ച് ആ കുട്ടികളെയും ആ കുടുംബത്തിൻ്റെയും നന്മ പരിഗണിച്ചുകൊണ്ട് അവർ ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ഇനി ഇവിടെ സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷൻ എന്താണ്? ഇങ്ങനെ തെറ്റായ ആ ബന്ധത്തിൽ കഴിയുന്നിടത്തോളം കാലം അകന്ന് ജീവിക്കാൻ ഉള്ള അവകാശമുണ്ട്. പക്ഷെ ദാമ്പത്യ ബന്ധം ഒഴിവാക്കാൻ പാടില്ല. ആ തെറ്റിൽ നിന്ന് മോചിതമായി ഒരു ശരിയായൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരെ ക്ഷമിച്ച് വീണ്ടും അവരുടെ ജീവിത പിന്നെ ആ ദാമ്പത്യ ബന്ധത്തിൽ ഒന്നിച്ചായിരിക്കണമെന്നാണ് സഭ അവരെ പഠിപ്പിക്കുന്നത്. ഇനി എല്ലാവരും ഇത് കൂട്ടാക്കണമെന്നില്ല. എനിക്ക് നീതിയാനും കൂടെ പൊറുക്കാൻ പറ്റില്ല. കേസായി അരമന കോടതിയിൽ കേസ് കൊടുക്കുന്നു, ഈ ബന്ധം വേർപ്പെടുത്തി കിട്ടണം. അത് ഞാൻ ആ സ്ത്രീയാറ്റിന് പുറത്തോട്ടെ. പക്ഷേ നിയമത്തിൻ്റെ ചൈതന്യത സ്പിരിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിച്ച് ഒന്നിച്ച് ദാമ്പത്യ ബന്ധത്തിൽ തുടരുക എന്നുള്ളതാണ്. വ്യത്യാസം മനസ്സിലായി? അഡൾട്ടറി എന്ന ഒറ്റ കാരണത്താൽ വിവാഹം അസാധുവാക്കാൻ വേർപെടുത്താൻ സഭ അനുവദിക്കുന്നില്ല. പക്ഷേ കല്യാണത്തിന് മുൻപേ തന്നെയുള്ള ഒരു ദൗർബല്യം, ഒരു ബലഹീനത, തെറ്റായ ബന്ധത്തിൽ കഴിയുന്ന ഒട്ടനേകം സ്ത്രീകളുമായിട്ട് നിയമവിരുദ്ധമായി കഴിയുന്ന അധാർമിക അസന്മാർഗിക ജീവിതം നയിച്ചിരുന്ന, വിവാഹത്തിന് ശേഷവും ആ ബന്ധം രഹസ്യമായി തുടരുന്ന അങ്ങനെയുള്ള ഒരുവൻ്റെ മനസ്സും മനസാക്ഷിയും അവൻ്റെ ചിന്തകളും എല്ലാം തികച്ചും ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത പുലർത്തുന്ന രൂഢമൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ വിവാഹം തെളിവെടുപ്പൊക്കെ നടത്തി വിചാരണ പൂർത്തീകരിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആ വിവാഹം അസാധുവായി പ്രഖ്യാപിക്കാൻ സാധിക്കും. സഭയ്ക്ക് അങ്ങനെ. അപ്പോൾ ഓർക്കുക, അവിടെ ദ ഗുഡ് ഓഫ് ഫിഡലിറ്റി, ദാമ്പത്യ വിശ്വസ്തത എന്നുള്ള ആ സംഗതി അതെങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ബലഹീന നിമിഷത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യഭിചാര കുറ്റം ചെയ്തെന്ന ഒറ്റ കാരണത്താൽ ഒഴിവാക്കില്ല. പരസ്പരം ക്ഷമിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുക, ഒരു ജ്ഞാനമൊക്കെ കൂടി നവീകരണത്തിലേക്ക് കടന്നു വരിക. പക്ഷേ അതല്ല തുടരെയായിട്ട് അവിശ്വസ്തമായിട്ട് പെരുമാറുന്നത്. എല്ലായിടത്തും മുൻപേ അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെയുള്ള ജീവിതശൈലിയിൽ കഴിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിയമാനുസൃതം സഭ നിയമമനുസരിച്ച് വിവാഹം ഒഴിവാക്കാനായിട്ടുള്ള വകുപ്പ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. സാക്രമെൻ്റൽ ആൻഡ് ഇൻഡിസോലിബിൾ നേച്ചർ ഓഫ് മാരേജ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡിവൈൻ ലോ. കണ്ടോ, അവർ മാരേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സാക്രമെൻറ്റ്. ഇൻഡിസോലിബിൾ എന്ന് പറഞ്ഞാൽ അഭേദ്യമാണ്, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അത് ലംഘിക്കാൻ പറ്റില്ല. ഇൻഡിസോലിബിൾ നേച്ചർ ഓഫ് മാരേജ് അതൊരു ദൈവിക നിയമമാണ്. നീ നിൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നീ ഭാര്യയോട് ചേരൂ, ഏക ശരീരം, ഒരൊറ്റ ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം. അതെന്ന് ഡിവൈൻ ലോ ആണത്. മനസ്സിലായോ? അപ്പോൾ അത് ട്രെൻഡ് സൂനകദോസിലും അതുപോലെ തന്നെ രണ്ടാമത്തെ കൗൺസിൽ GS 48 സഭ ആദ്യ ലോകത്തു നിന്നുള്ള കൗൺസിൽ പ്രബോധനത്തിലും രണ്ട് സഭകളുടെ നിയമസംഹിതകളിലും ഈ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ നിയമമാണ്. മനസ്സിലായ? പക്ഷേ ഇങ്ങനെ ഈ ഡൈവോഴ്സ് ആൻഡ് റീമാരേജ് നമ്മൾ അതേക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ബെല്ലടിച്ചു. വി കീപ്പ് എ ഡിസിപ്ലിൻ in the name of the Father and of the Son and of the Holy Spirit. Amen. Hallelujah. Praise the Lord. നമുക്ക് അത്താഴം കഴിക്കാം.